ഞാൻ എന്തായാലും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഒഴിയാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് CPM-നകത്ത് 75 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ 66 വയസ്സായി. ഞാൻ നേരത്തെ 9 വർഷം മുമ്പ് റിട്ടയർ ചെയ്തതായിട്ട് കരുതുന്നു, അത്രയേ ഉള്ളൂ. വർഷങ്ങളായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മറുപടി പറയുമ്പോൾ ഒരു പത്മകുമാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പത്മകുമാർ മാത്രമല്ല, ആ മാനസികാവസ്ഥയുള്ള ഒട്ടേറെ പേരുണ്ടാവും. നമസ്കാരം. CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്നലെയാണ് കൊല്ലത്ത് കൊടിയിറങ്ങിയത്. കൊടിയിറക്കത്തിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കുള്ളിൽ ചിലർ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇടം ലഭിക്കാത്തതിൽ അസാധാരണമായ പ്രതിഷേധമാണ് നേതാക്കൾ ഉയർത്തുന്നത്. പരസ്യമായി പ്രതിഷേധിച്ച് തുടക്കമിട്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാർ. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം. P. ജയരാജനെ തഴഞ്ഞവർക്കെതിരെ മകൻ ജയിന്റെ വാട്സാപ്പ് പ്രതികരണം M. സ്വരാജിന്റെ പഴയൊരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. സമ്മേളനം കഴിഞ്ഞതും മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവ് N. സുകന്യയുടെ ഫേസ്ബുക്കിലും പ്രത്യക്ഷപ്പെട്ടു ചെഗുവേരയുടെ മാസ് ഡയലോഗ്. ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ സഖാവാണ്. MP രാജേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും തഴഞ്ഞതിലും പാർട്ടിക്കുള്ളിൽ അമർഷമുണ്ട് എന്നാണ് വിവരം. പിണറായി വിജയൻ കഴിഞ്ഞാൽ CPIM സംസ്ഥാന സമിതിയിലെ ഏറ്റവും സീനിയറായ M. വിജയകുമാറിനും സെക്രട്ടേറിയറ്റിൽ ഇടം ലഭിച്ചില്ല. 75 തികയാൻ മാസങ്ങളുടെ മാത്രം വ്യത്യാസമുള്ളവർക്ക് 78 വരെ തുടരാൻ അവസരമൊരുക്കിയതിലും വിമർശനമുണ്ട്. ആരാണ് സഖാക്കളെ ചതിവും വഞ്ചനയും അവഹേളനവും നടത്തിയത്? ഏത് നിഷ്കളങ്കരാണ് സഖാക്കളെ യോഗ്യരെ തഴഞ്ഞത്? കോപത്താൽ വിറയ്ക്കാൻ തക്ക അനീതി ആരാണ് സഖാവെ കാട്ടിയത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അനിഷ്ടക്കാരെ വെട്ടിനിരത്തിയും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ P. സുജാതൻ, KPO റഹ്മത്തുള്ള, ഒപ്പം ശ്രീകുമാർ മനയിൽ എന്നിവർ ആണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, സാധാരണ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ ഇടം ലഭിക്കാത്ത നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും സമ്മേളന കാലയളവുകളിൽ മാധ്യമങ്ങളിൽ ചർച്ചകൾ വരാറുണ്ട്. അതിനെ പലപ്പോഴും മാധ്യമ സൃഷ്ടി മാത്രം എന്ന് പറഞ്ഞ് നേതൃത്വത്തിന് തള്ളിക്കളയാനും സാധിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പരസ്യമായ പ്രതികരണങ്ങളടക്കം വരുന്നു, പാർട്ടിയിലെ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട്. അതിൽ ഏറ്റവും ആദ്യം പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയത് പത്മകുമാറാണ്. 52 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ അടക്കം കുറിച്ചിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം ഇടം ലഭിക്കുന്ന ഒരു കമ്മിറ്റിയായി CPIM-ന്റെ നേതൃത്വം ചുരുങ്ങിപ്പോവുകയാണോ? അഭിലാഷ്, നിങ്ങളുടെ കുറെ CPM വിരോധ മാധ്യമങ്ങളുടെ സാങ്കല്പിക വാർത്തകൾ ഒന്നും നേരെ ചൊവ്വേ ആകാത്തതിന്റെ, അല്ലെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു പോയതിന്റെ ഒരു നിരാശയാണ് മാസങ്ങളോടെ ഇന്നിപ്പോ ഈ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതായത് വസ്തുത. നിങ്ങൾ എന്തൊക്കെ എഴുതിയത്? നിങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒന്നെങ്കിലും ശരിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എഴുതിയതല്ല. ഞാൻ ഈ ഇൻട്രോയിൽ മുഴുവൻ കോട്ടുകളാണ് ഉദ്ധരിച്ചത്. അത് മുഴുവൻ CPIM-ന്റെ നേതാക്കൾ എഴുതിയിട്ടുള്ളതാണ്. പത്മകുമാറിന്റെ പ്രതികരണം ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ പറഞ്ഞിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ അതിലേക്കൊന്ന് വരട്ടെ. ഞാൻ അതിന് മറുപടി പറയാനുണ്ടാവുള്ളൂ. അല്ല, തുടക്കത്തിലെ താങ്കൾ മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞപ്പോൾ അതിനെ എനിക്ക് ഉത്തരം പറയാതെ പോകാൻ പറ്റുമോ? ഞാൻ മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞല്ല, മാധ്യമങ്ങളുടെ സാങ്കല്പിക വാർത്തകളെല്ലാം തകർന്നടിച്ചതിന് നിരാശയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം കേരളം, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഈ തൊട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ജില്ലാ സമ്മേളനത്തിൽ വരെ പ്രതിനിധിയായിരുന്നതാണ്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങളും എല്ലാം ഒരു പരിധി വരെ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ചിരി വന്നത് നിങ്ങളുടെ ആ ഇൻട്രോയുടെ അഭിലാഷിന്റെ ഇൻട്രോ വന്നപ്പം പത്മകുമാറിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ മറുപടി ഞാൻ അത് പറഞ്ഞിട്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. പത്മകുമാർ മുൻ MLA ആണ്. അദ്ദേഹം പാർട്ടിയുടെ ഏതാണ്ട് 10-40 വർഷക്കാലത്തോളം ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന 3 പതിറ്റാണ്ടുള്ള അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. വിവാദമായ ശബരിമല വിഷയം കത്തിപ്പടരുമ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വെറും പാർട്ടി മെമ്പറായിട്ടൊന്നും അല്ല ഈ പാർട്ടി കണ്ടിരിക്കുന്നത്.
അദ്ദേഹം പരസ്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. തെറ്റുതന്നെ, ഒരു തർക്കമല്ല കാര്യത്തിൽ. കാരണം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട് പാർട്ടിയുടേതായ രീതിയിൽ. അതിനെ ലംഘിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകരാണെന്ന് പറയാൻ പോലും പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഈ വാർത്തയിൽ കൊണ്ടുവന്നിട്ടില്ല. മറ്റു പല മാധ്യമങ്ങളും അത് പുറത്തു വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് അഭിമുഖമൊക്കെ ആയിട്ട് വെളി വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയത് ബോധ്യമായപ്പോൾ, സംഘടന ചട്ടക്കൂട്ടിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചത് ബോധ്യമായപ്പോൾ മിനിറ്റുകൾ കൊണ്ട് ഞാനത് പിൻവലിച്ചു. പക്ഷേ പിന്നെ എന്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയും ചെയ്തെന്ന് പറഞ്ഞു. ഇന്നിപ്പോ അദ്ദേഹം 10 മണിക്ക് ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ എന്നെ വിറ്റ് നിങ്ങൾ ഒരു 1-1.5 ദിവസത്തേക്ക് ഇനി മാർക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട, ഞാൻ ഈ പാർട്ടിയുടെ കൊടി പൊതിച്ച് പിന്നെ പുതച്ച് മരണം ഭരിക്കണം എന്ന, അല്ലെങ്കിൽ മരണശൈലിയിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പാർട്ടി വിട്ട് പോകത്തില്ല, ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായെന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ മറച്ചു വെച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞത് നിങ്ങളെപ്പോലെ ഒരു ചാനലില്ല, ലൈവായിട്ട് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം AK ബാലന് നൽകിയ മറുപടി താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചതേ. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് AK ബാലന് മറുപടി കൊടുത്ത് പ്രതികരണത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, ഇത് തന്റെ മാത്രമല്ല, പാർട്ടിക്കകത്ത് നിരവധിയായ ആളുകൾക്ക് ഇത്തരത്തിൽ അഭിപ്രായങ്ങളുണ്ട്, അതിൽ താനാണ് ഇത് പുറത്തു പറഞ്ഞത് എന്നത് മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ തിരുത്തിയെന്ന്, ഏത് നടപടി ഉണ്ടായാലും അത് നേരിടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല അഭിലാഷ്, അതിനെല്ലാം ശേഷമാണ് അദ്ദേഹത്തിന്റെ അവസാനം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 11 മണിക്ക് അദ്ദേഹം ഒരു ചാനലില്, കേരളത്തിലെ നിങ്ങളെപ്പോലുള്ള പ്രമുഖ ചാനലിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ചർച്ചയെ കോട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ രാജു എബ്രഹാം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായി തിരുത്തിലേക്ക് പോകണ്ടേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, അതൊക്കെ ഈ പാർട്ടി തിരുത്തിക്കോളൂ. അഭിലാഷ് വിഷമിക്കേണ്ട. അഭിലാഷ് ഞങ്ങളുടെ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയധികം വിഷമത്തോടുകൂടി ഇത് പറയണമെന്ന് എനിക്ക് എല്ലാ പാർട്ടികളോടും സ്നേഹമാണ്, പാർട്ടികളോടും നേതാക്കളോടും ഒക്കെ. അത് CPM-നോട് മാത്രമല്ല കേട്ടോ, അത് BJP-യോട് സ്നേഹമാണ്, കോൺഗ്രസിനോടും AAP-യോടും ഒക്കെ സ്നേഹമാണ്. താങ്കൾ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, CPM-ന്റെ രാഷ്ട്രീയ പാർട്ടി എന്നത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ എന്റെ സ്നേഹത്തെക്കുറിച്ചാണോ ശ്രീ റെജി ലൂക്കോസ് താങ്കൾ പറയേണ്ടത്? അല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണല്ലോ തിരുത്താനായിട്ട് നിങ്ങൾ ഇത്രയും, അല്ല കോൺഗ്രസ്സുകാരെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും പറയുമോ? നിങ്ങൾക്ക് ഈ രീതിയിലുള്ള എന്തെങ്കിലും, കാരണം തിരുത്തിയിട്ട് കാര്യമില്ലെന്ന് നിങ്ങൾക്ക് അറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ ദിവസവും മുകേഷ് സമ്മേളന വേദി വന്നപ്പോൾ ഇതേ ഡയലോഗ് തന്നെയാ പറഞ്ഞത്. അഭിലാഷ്, ഞാനിത് പറയട്ടെ, കാണിക്കാത്ത ആളാണല്ലോ. ശരി, അതെന്താ, ഞാൻ കാണല്ലേ ഉള്ളൂ ഈ പാർട്ടിയുടെ ഒരു സഹയാത്രനായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പാർട്ടി മെമ്പർ കൂടെയാ, അതുകൊണ്ട് നിങ്ങളൊക്കെ പറയാം. അപ്പൊ ഞാനിത് പറഞ്ഞ് പൂർത്തിരിക്കട്ടെ, അതിലൊരു സാവകാശം തരൂ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ, എനിക്കായിട്ട് സാധിക്കാവുന്ന വൃത്തി. അപ്പൊ ഞാൻ പറഞ്ഞത് പത്മകുമാർ പറഞ്ഞത് തെറ്റാണെന്നുള്ളവരും, പിന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സഖാവ് പിന്നെ രാജു എബ്രഹാം തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തെറ്റാണ്, പാർട്ടി വേദികളിലാണ് പറയേണ്ടത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് അത് പരിഹരിക്കുമെന്ന് പറയുന്നത്. എവിടുന്നെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പത്മകുമാറിനെ വെറും കരിവേപ്പല കണ്ട ഒരാളെ ഒരു പാർട്ടിയല്ല ഇത്. അദ്ദേഹത്തിന് അർഹിക്കുന്ന എല്ലാ പദവിയും കൊടുത്തു. ആദ്യം ഒന്ന് ജയിച്ച് നിയമസഭയിലെത്തി, പിന്നെ അദ്ദേഹം പരാജയപ്പെട്ടു, അദ്ദേഹത്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി. ഞാൻ പറഞ്ഞല്ലോ, 32 വർഷക്കാലത്തോളം പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ. ഏതാണ്ട് 4 പതിറ്റാണ്ട് ജില്ലയിലുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം ഉണ്ടായത് പാർട്ടി സഖാക്കൾ എല്ലാം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എല്ലാവരും വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് യാതൊരു തർക്കമില്ല, അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവർ ആരെങ്കിലും, ഈ സ്ഥാനഭോഗികൾ ആരെങ്കിലും പാർട്ടി കാണുമായിരിക്കാം. 5 ലക്ഷം അംഗങ്ങളുള്ള പാർട്ടിക്ക് അത് 5 ലക്ഷം വിശ്വസ്തരെ എടുത്ത് അല്ല, അവിടെയാണല്ലോ അവിടെ ശ്രീ റെജി ലൂക്കോസ്, അവിടെ സ്ഥാനമോഹികൾ എന്നതിനപ്പുറത്ത് ആർക്കാണ് സ്ഥാനം ലഭിച്ചത് എന്നതുകൂടി പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ? അവിടെ വീണ ജോർജിനെ പോലെ ഒരു നേതാവ്, വീണ ജോർജ് എപ്പോഴാണ് CPM-ലേക്ക് എത്തിയത് എന്നത് നമുക്കറിയാം. 1ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ സീനിയോറിറ്റി എന്ത് എന്നറിയാം, എത്ര വർഷമായി എന്നറിയാം, ഇതൊക്കെ വളരെ കൃത്യമായി അറിയാം. അപ്പോൾ അങ്ങനെ ഒരാളെ ക്ഷണിതാവായി വെക്കുന്ന സമിതിയിൽ നിന്നാണ് 52 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പത്മകുമാർ ഒഴിവാക്കപ്പെടുന്നത്. സ്വാഭാവികമായും അത് വലിയ തോതിലുള്ള അമർഷത്തിന് കാരണമാകുന്നു എന്നത് മാത്രമാണോ? അവിടെ ഒരു നീതികേടുണ്ടാകുന്നില്ലേ? അതിനകത്ത് തന്നെ നീതികേട്ടിരിക്കുന്നത്. ഈ പാർട്ടിയിൽ 5 ലക്ഷം മെമ്പേഴ്സ് ഉണ്ട്. ഈ 5 ലക്ഷം മെമ്പേഴ്സിന് സംസ്ഥാന കമ്മിറ്റി പാർട്ടി സെക്രട്ടറി ആയിട്ട് എടുക്കാൻ പറ്റും, എല്ലാവരും മന്ത്രിയാക്കാൻ പറ്റും. വീണ ജോർജിന്റെ ഭാഗത്ത് തന്നെ തെറ്റിരിക്കുന്നത്. വീണ ജോർജിനെ ക്ഷണിതാവാക്കിയത് സ്വാഭാവികമാണ്, നടപടിക്രമമായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട KN രവീന്ദ്രൻ മാസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് അപ്പുറമൊന്നും പോയിട്ട് അദ്ദേഹത്തിനെ പാർട്ടിയിൽ ക്ഷണിതാവാക്കി സംസ്ഥാന കമ്മിറ്റി. കാരണം മന്ത്രിമാർക്ക് പറയാനുള്ളതും അവിടെ കേൾക്കണം, അതിനുവേണ്ടി ക്ഷണിതാക്കളാക്കണേ. ഇപ്പൊ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലോ ക്ഷണിതമായിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേകത. നിങ്ങൾ അതിനെന്തിനാണ് വിഷമിക്കുന്നത്? ഇത്തരത്തിൽ, അതായത് C രവീന്ദ്രനാഥ് ക്ഷണിതാവാണ് എന്നത് ന്യായമായി പറയുമ്പോൾ അതിനു മുമ്പും മന്ത്രിമാർ, ക്ഷണിതാക്കളല്ലാത്ത മന്ത്രിമാരുണ്ടായിരുന്നു എന്നതും ചരിത്രമാണല്ലോ.
അല്ല അങ്ങനെയൊക്കെ വരാം. അതിനൊന്നും പറഞ്ഞ അങ്ങനെ ഒരു നിയമമില്ലല്ലോ. ഇപ്പൊ രവീന്ദ്ര മാഷെ പോലെ ഒരാള് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും, അദ്ദേഹം ക്ഷണിതമാക്കി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചെറിയ ആളെ കാണാൻ പറ്റും. അതിൽ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? Why you people worried about this? ശ്രീ റെജി ലൂക്കോസ്, ഞങ്ങളല്ല റെജി ലൂക്കോസ് വിഷമിക്കുന്നത്, താങ്കളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ്. അവരുടെ വിഷമമാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ പുറത്തേക്ക് വിട്ടത്. അവർ പറഞ്ഞ വിഷമങ്ങൾ, അവർ പങ്കുവച്ച വിഷമങ്ങളാണ് ശ്രീ റെജി ലൂക്കോസ്. അവിടെയാണ് സുകന്യയുടെ FB പോസ്റ്റ് അടക്കം ചർച്ച ചെയ്യപ്പെടുന്നത്. സമ്മേളനം കഴിഞ്ഞ് ഉടനെ വന്ന പോസ്റ്റ് എന്താണ് എന്നത് ചർച്ച ചെയ്യപ്പെടുന്നത്. പി ജയരാജന്റെ മകന്റെ പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഞങ്ങളുടെ വിഷമമല്ല റെജി ലൂക്കോസ്. അല്ല അഭിലാഷ്, എത്രയോ വർഷങ്ങളായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. നമ്മൾ തമ്മിൽ എത്രയോ വർഷത്തെ ബന്ധമുണ്ട് ഈ മാധ്യമപ്രവർത്തനത്തിൽ. ഞങ്ങളുടെ പാർട്ടിയിലെ ഈ കെ പത്മകുമാറിലാണ് വേറെ ഏതെങ്കിലും വ്യക്തി ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സഖാവ്, മുതിരാത്തതുമായ സഖാവ്, മുതിർന്നല്ലാത്തൊരു സഖാവ് ഇപ്പൊ ഒരു പ്രതികരണം നടത്തിയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പി ജയരാജന്റെ മകൻ പിന്നെ ഈ രാജ്യത്ത് ഇതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ വ്യാഖ്യാനിച്ചു. പി ജയരാജന്റെ ഭാര്യ ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പാർട്ടിയിലുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യു സഖാവിന്റെ ഭാര്യ സുകന്യ സഖാവ്, അവര് വളരെ പോസിറ്റീവായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ചെണ്ടുവരെ കോട്ട് ചെയ്തുകൊണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തു? അവർ കറക്റ്റ് മറുപടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തനം നിങ്ങൾക്ക് പാർട്ടിക്കാരായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങളിങ്ങനെ സാങ്കല്പികമായിട്ട് ഈ പാർട്ടിയിൽ എവിടെയെങ്കിലും ഇലയിറക്കി നടക്കുന്നുണ്ടെന്നുള്ള റിസർച്ചിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളുടെ ആകത്തുകയാണ് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള. താങ്കൾക്ക് അങ്ങനെ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞു ഒന്നുണ്ട്, എത്രയോ വർഷമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നു, നമ്മൾ തമ്മിലുള്ള പരിചയമടക്കം. ആ പരിചയം കൊണ്ട് തന്നെയാണ് ശ്രീ റെജി ലൂക്കോസ് എനിക്കിങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ എവിടെയാണ് പ്രതിഷേധങ്ങൾ ഉയരാറുള്ളത്? ഈ FB പോസ്റ്റിലൂടെ ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് രീതികളിൽ ഒക്കെ, സമൂഹ മാധ്യമത്തിലെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഓരോ അനീതിയിലും കോപത്താൽ വിറയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം സുകന്യക്കുണ്ടാകുന്നുവെങ്കിൽ അത് പബ്ലിക്കായി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. സംഘടനാ സംവിധാനം അതാണ്. അപ്പോൾ ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പറയേണ്ടത് പറയുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, നിങ്ങൾ ഈ സുഗന്യയെ പോലെ പി ജയരാജൻ സഖാവിനെ പോലെയുള്ളവരെയൊക്കെ നിങ്ങളിങ്ങനെ അവര് പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് നിങ്ങൾ അവരെ ദുരുപയോഗം ചെയ്ത് അവരൊക്കെ വ്യക്തിത്വമുള്ള പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി എനിക്കതവരെ നേരിട്ടില്ല. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. കമ്മ്യൂണിസ്റ്റ് ആയതിന്റെ പേരിൽ ജീവച്ഛവത്തിനെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് സാമാന്യ മര്യാദയ്ക്ക്. ശരി, എന്തായാലും ശ്രീകുമാർ മനയിൽ, റെജി ലൂക്കോസിന്റെ ഭാഷയിൽ നിന്ന് താങ്കൾ അവസാനം കേട്ടത് ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് പി ജയരാജൻ എന്നുള്ളതാണ്. അപ്പോൾ ജയരാജനെ പോലെ ഒരാൾക്ക് ഇടം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധങ്ങളും ഉയരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിക്ക് പോലും ഇത്രയും പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഇടം ലഭിക്കാതെ പോയത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അത് ഒരു സ്വാഭാവികമായ, ഇപ്പോൾ AK ബാലനെ പോലെയൊക്കെ ഉള്ളവരുടെ പ്രതികരണം അനുസരിച്ച് എത്രയോ അംഗങ്ങളുണ്ട്, അവരിൽ എല്ലാവർക്കുമൊക്കെ പദവി നൽകുക എന്നത് സാധ്യമാണോ? ശ്രീകുമാർ മനയിൽ. അഭിലാഷ്, നിങ്ങൾ പാലക്കാട്, അഭിലാഷൻ നിങ്ങളെ 98-ലെ പാലക്കാട് സമ്മേളനം ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഇതുപോലെ ജീവിക്കുന്ന രക്തസാക്ഷികളായ MM ലോറൻസ് അടക്കമുള്ള ആളുകൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും വെട്ടി നീക്കപ്പെട്ടു. MM ലോറൻസിനെ പോലെ ആൾക്കൊന്നും, കേന്ദ്ര കമ്മിറ്റി അംഗമായ MM ലോറൻസിനെ പോലെയുള്ള ആൾക്കൊന്നും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല KN രവീന്ദ്രനാഥ്, VB ചെറിയാൻ അടക്കമുള്ള CATUവിൻ്റെ അന്നത്തെ പ്രബല ലോബി, എന്തിന് EMS നമ്പൂതിരിപ്പാട് 13ാം സ്ഥാനക്കാരനായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നതെന്ന് നിങ്ങൾ അങ്ങനെ അതപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാരമായ ചർച്ച ചെയ്യാൻ പോലും എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. CPM-ൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനം വച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ എപ്പോഴും അങ്ങനെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ആരെയാണോ എപ്പോഴാണോ ആവശ്യമുള്ളത് അവർ മാത്രമേ കമ്മിറ്റിയിൽ ഉണ്ടാവും. അത് ലെനിനിസ്റ്റ് പാർട്ടിയുടെ, അതാണ് ജനാധിപത്യ പാർട്ടിയും ലെനിനിസ്റ്റ് പാർട്ടിയും നമ്മൾ വ്യത്യാസം. അതാ ലെനിനിസ്റ്റ് പാർട്ടിയിൽ എപ്പോഴും, ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിൽ ആരാണോ ആവശ്യം ആ മനുഷ്യൻ മാത്രമേ അവിടെ കാണുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പത്മകുമാറിന് ആവശ്യമില്ല, ജയരാജന് ആവശ്യമില്ല, സുകന്യ അല്ലെങ്കിൽ മറ്റു അതായിട്ട് ബന്ധപ്പെട്ട ആരെയും ആവശ്യമില്ല, അവർക്ക് ബാലിന് ആവശ്യമില്ല. ആവശ്യമുള്ളവരെല്ലാവരും ഈ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അതാണ് എപ്പോഴും ഈ ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിൻ്റെ ഒരിത്. അപ്പോൾ ML ലോറൻസ് ആരാണ്? എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയും കേരളത്തിലെ എന്ന് വെച്ചാൽ എന്താ CPM-ന്റെ ഏറ്റവും വലിയ വിപ്ലവത്തിന് മുന്നണി പോരാളിയായിരുന്ന MM ലോറൻസിനെ വെട്ടിക്കൂട്ടി അച്യുതാനന്ദൻ ദൂരം മൂലക്കിട്ട് കളഞ്ഞു. എന്തെങ്കിലും ഉണ്ടായോ?
കാരണം അതും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പത്മകുമാറും ഈ സുകന്യയും ജയരാജനൊന്നും ഒന്നുമില്ല. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് ജയരാജനെ വിളിക്കുന്ന വെച്ചാൽ അതിനേക്കാൾ വലിയ രക്തസാക്ഷിയായിരുന്നു ഈ ലോറൻസ് ചേട്ടൻ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ പിണറായി വിജയനാണ് പാർട്ടിയുടെ അവസാന വാക്ക്. സ്റ്റാലിൻ മരിക്കുന്നത് വരെ സ്റ്റാലിൻ മാത്രമാണ് ശരിയെന്നാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയനാണ് ശരി. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്നത് എന്ത് ശരിയായിരിക്കും. പിണറായി വിജയന് താല്പര്യമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റ് മുതൽ ഇങ്ങനെ ലോക്കൽ കമ്മിറ്റി വരെയുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയനും പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടി സംവിധാനമായിട്ട് ചേർന്ന് നിൽക്കുന്ന അതിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ ഈ ടോപ്പ് ടു ബോട്ടം സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ കമ്മിറ്റിയിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ലെനിനിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്താണ്. നാളെ പിണറായിക്ക് ശേഷം ശക്തനായിട്ടൊരു നേതാവ് വരുവാണെങ്കിൽ ആ നേതാവ് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ കമ്മിറ്റിയിൽ ഉണ്ടാവുള്ളൂ. വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് നിങ്ങൾ നോക്കിയോ, 98 വി എസ് പറയുന്നതല്ലാതെ വി എസിന് താല്പര്യമില്ലാത്ത ഒരാൾ പോലും കമ്മിറ്റിയിൽ ഉണ്ടായില്ല. EMS പോലും 13ാം സ്ഥാനക്കാരനായിട്ടാണ് സംസ്ഥാന വീട്ടിൽ വന്നത്. എന്തോ 1-2 വോട്ട് വ്യത്യാസം വന്ന് EMS അടിച്ചു പുറത്തു പോയനെ. EMS സംഭവരിപ്പാട് 13ാം സ്ഥാനക്കാരൻ, അന്നേരം ഏറ്റവും അവസാനക്കാരനായിട്ട് വന്നതാണ് സംസ്ഥാന കമ്മിറ്റി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് വി എസ് ആയിരുന്നു അവസാന വാക്ക്. അപ്പോൾ വി എസിന് ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ കമ്മിറ്റിയിൽ വന്നുള്ളൂ. ഇപ്പോൾ പിണറായിയാണ് അവസാന വാക്ക്. ഇപ്പോൾ പിണറായിക്ക് ആവശ്യമുള്ള ആളുകൾ മാത്രമേ കമ്മിറ്റിയിലുള്ളൂ. ഇനി നാളെ റെജി ലൂക്കോസാണ് അവസാന വാക്കെങ്കിൽ റെജി ലൂക്കോസിന് താല്പര്യമുള്ളവർ മാത്രമേ കമ്മിറ്റിയിലുള്ളൂ. ജനാധിപത്യ വിരുദ്ധമായ സംഘടനാ സംവിധാനമുള്ള എല്ലാ പാർട്ടിയുടെയും അടിസ്ഥാന സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ആരാണോ ശക്തി, ആരാണോ ശക്തിമാൻ, ആരാണോ ശക്തി കേന്ദ്രം, അയാൾ അല്ലെങ്കിൽ അയാളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് താല്പര്യമുള്ളവർ, അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവർ, അവരുടെ വാഴ്ത്തുപാട്ടുകാർ മാത്രമേ ഈ കമ്മിറ്റികളൊക്കെ ഉണ്ടാവുള്ളൂ. അത് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ബംഗാളിലും കേരളത്തിലെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടി മുമ്പില്ലാത്ത വിധത്തിൽ പിണറായി സെൻട്രലൈസ് ചെയ്ത് പണ്ടെപ്പോഴും പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എപ്പോഴും 2-3 നേതാക്കന്മാർക്ക് പാർട്ടി നയിച്ചു. ഇപ്പോൾ AKG EMS, അതിന് മുമ്പാണെങ്കിൽ MN ഗോവിന്ദൻ നായർ, TV തോമസ്, അങ്ങനെ ഒരു പറ്റം നേതാക്കൾ. ഇപ്പോൾ VS അച്യുതാനന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ EK നായനാരേക്കാൾ പവർഫുൾ അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദൻ പറയുന്ന അച്യുതാനന്ദൻ്റെ കല്ലെ പിളർക്കുന്ന കൽപ്പനകളായിരുന്നു അന്ന് AK സെൻറ്ററിൽ പുറത്തിറക്കുന്നത്. ഈ നയനാർ പോലും അച്യുതാനന്ദൻ പറഞ്ഞ വിട്ട് അപ്പുറം പോകില്ലായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവും പാർട്ടിയും എല്ലാം തന്നെ പിണറായി വിജയനായി മാറിക്കഴിഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സ്വഭാവം തന്നെയാണ്. കാരണം വെച്ചാൽ എപ്പോഴും അത് വ്യക്തി കേന്ദ്രീകൃതമായി മാറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ജനാധിപത്യം അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ ഒട്ടും ഇല്ലാത്തതുകൊണ്ടും ജനാധിപത്യ വിരുദ്ധത അതിൻ്റെ അന്തർലീനമായതുകൊണ്ടും നമ്മൾ ഈ പലപ്പോഴും പറയും അതിനകത്ത് അന്തർലീനമായ തിന്മയുണ്ട്. കാരണം ഒരിക്കലും പരാജയപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ശക്തിയില്ലാത്തവൻ്റെ വാക്കുകൾക്ക് അവിടെ വില ഉണ്ടാവില്ല. ജനാധിപത്യ അതായത് ഈ കേഡർ പാർട്ടി സംവിധാനം എന്ന് പറയുന്നിടത്താണോ താങ്കൾ ഈ പറയുന്ന വിഷയം ഉണ്ടാകുന്നത്? അത് തന്നെ കേഡറിസം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയാണല്ലോ. കേഡർ പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ പിന്നെ പിണറായിക്ക് താല്പര്യമുള്ളവരല്ലാതെ ഈ CPM-ൽ പിന്നെ ആരാണ് നിലനിൽക്കുക? MP ഗോവിന്ദനെ പോലെ ഒരാൾ സംസ്ഥാന സെക്രട്ടറി ആക്കി, വളരെ ദുർബലനായ സംസ്ഥാന സെക്രട്ടറി. പണ്ട് VS സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്താണ് നയനാർ പോലും സംസ്ഥാന കമ്മിറ്റിയിൽ VS നിർത്തിപ്പോയിരിക്കുകയായിരുന്നു. അത്ര ശക്തനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു VS. അതുപോലെ തന്നെ പിണറായി എത്ര ശക്തനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ഈ അവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഈ 98-ലെ സമ്മേളനത്തെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് എനിക്ക് അത്ര ധാരണയില്ല. എൻ്റെ വായനാനുഭവത്തിലും അത് കുറവാണ്. പക്ഷേ ഇതേ VS-നെയും പിന്നീട് വെട്ടിനിർത്തിയ ഒരു സാഹചര്യമുണ്ടല്ലോ. എൻ്റെ അഭിലാഷ്, അതാണ് എൻ്റെ ഈ സംവിധാനത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. മറ്റേ ഡെങ് സിയാവോപ്പെങ്കിലും മാവോ സേത്തുക്കിനും സംഭവിച്ചത് എന്താണ്, സ്റ്റാലിന് സംഭവിച്ചത് എന്താണ്, ലെനിന് സംഭവിച്ചത് എന്താണ്, അത് തന്നെ VS-ന് സംഭവിച്ചു. പക്ഷേ പിണറായി കുറച്ചുകൂടെ ബുദ്ധിമാനായതുകൊണ്ട്, കാരണം വെച്ചാൽ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം തനിക്ക് പകരം വയ്ക്കാൻ കഴിയുന്ന ആൾക്കാരെ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം നേരത്തെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ വെട്ടിനിർത്തി മൂലം കെട്ടിരുന്നു. അതുകൊണ്ട് പിണറായിക്ക് കുറച്ചുകൂടെ പാർട്ടി നേതൃത്വത്തിന് കുറച്ചുകൂടെ ആയുസ് കിട്ടി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 75 വയസ്സിനുള്ള സംഭവം കൊണ്ടുവന്നില്ല എന്ന് വെച്ചു. അങ്ങനെ G സുധാകരനും തോമസ് ഐസക്കും ഒക്കെ അല്ലെങ്കിൽ MA ബേബിയൊക്കെ ഒരു കൂട്ടമായിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ ഭൂരിപക്ഷ പിണറായിക്കെതിരെ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയായിരുന്നു. പക്ഷെ അതിന് കഴിയാത്ത വിധത്തിൽ അവരെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പിണറായി കഴിച്ചു എന്നുള്ളത് പിണറായി ഇതെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ഇവരെ ഈ എതിർ വിഭാഗത്തെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ പിണറായി കഴിഞ്ഞു. അതോടെ അദ്ദേഹം അവസാന വാക്കായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പാർട്ടി നിൽക്കുന്നു. ഇത് ഈ പത്മകുമാർക്ക് ഈ ഒരു പ്ലെയർ പോലും അല്ല. ഈ നമ്മൾ ഈ പറഞ്ഞ പത്മകുമാർ, സുകന്യ എന്നൊക്കെ പറയുന്നത് they are not players at all. Yes. എന്തായാലും ഒരു പക്ഷേ അതുകൊണ്ടുകൂടി ആയിരിക്കാം ഇത്തരം പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിർന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ P. സുജാതൻ, ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഈ സംസ്ഥാന സമ്മേളന കാലയളവിന് മുമ്പ് വരെ പിണറായി വിജയനെതിരായ ഒരു വിമർശനങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ പാർട്ടിക്കുള്ളിൽ അതിശക്തമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾക്ക് അടക്കം പിന്നിൽ
CPIM-ലെ തന്നെ ചില നേതാക്കളുണ്ട് എന്ന് പൊതുവെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ചില സൂചനകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയപ്പോൾ സാഹചര്യം മാറുന്നു. പിണറായി വിജയൻ വലിയ വിമർശനങ്ങളൊന്നും ആ സമ്മേളനത്തിലെ പ്രതിനിധികളിൽ നിന്ന് നേരിട്ടില്ല. MV ഗോവിന്ദനാകട്ടെ വലിയ വിമർശനം നേരിടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ പരിശോധിക്കുമ്പോൾ അവിടെയും വളരെ കൃത്യമായി പിണറായി വിജയന് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നവരോ മാത്രമാണുള്ളത് എന്ന ഒരു നിഗമനം ഒരു വിഭാഗത്തിനുണ്ട്. അത് ഒരു പക്ഷേ റെജി ലൂക്കോസ് സൂചിപ്പിക്കുന്ന പോലെ അതൊക്കെ മാധ്യമ ഭാവനയായിരിക്കാം. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അഭിലാഷ്, CPM-ലെ സംഘടനാ ഘടന സംവിധാനം അവരുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം എങ്ങനെ വരുന്നു എന്നത് ഇപ്പൊ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിന് ശേഷം എന്നെ പോലുള്ളവർ ശ്രദ്ധിച്ചത് അവിടെ 3 വർഷത്തെ അവലോകന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ചു. അതേക്കുറിച്ച് അത് അപ്രസക്തമാകുന്ന തരത്തില് അതിനേക്കാൾ പ്രാമുഖ്യം വന്നത് നവകേരളത്തിന് പുതിയ വഴി നിർദ്ദേശിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വികസന രേഖ, അടുത്ത ഗവൺമെന്റ് ഒരു 3ാം തുടർഭരണം എങ്ങനെ സാധ്യമാക്കാമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെ ഇല്ലാത്ത ചില നയസമീപനങ്ങളോട്, അതായത് വിദേശ നിക്ഷേപമാകാം, ഡയറക്റ്റ് FDI ആകാം, വിദേശ ലോൺ വായ്പകളാകാം, സ്വകാര്യവൽക്കരണത്തിന് തുറന്നു കൊടുക്കുന്നു, സർവകലാശാലയടക്കം. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെ തുറന്ന് സമ്മതിക്കാൻ വിഷമമുണ്ടായിരുന്ന പല കാര്യങ്ങളിലും വളരെ ഗംഭീരമായ തരത്തിലുള്ള സ്വകാര്യവൽക്കരണത്തിലേക്ക് കേരളത്തെ തുറന്നു വയ്ക്കാനുള്ള ചിന്തയാണ് ആ പാർട്ടിയിലെ ഏറ്റവും സജീവമായ ചർച്ചാ വിഷയവും നയം മാറ്റവും. അതിന് വേണ്ടി ഒരുക്കുകയാണ് ശരി. നമ്മളിപ്പോ പാർട്ടിയിൽ ആര് വിമർശനമുണ്ടാക്കി, ആരൊക്കെ തഴയപ്പെട്ടു എന്ന ചർച്ച എനിക്ക് സംഘടനാപരമായ പ്രസക്തിക്ക് അപ്പുറത്ത്, നേതാക്കൾക്കിടയിലുള്ള പ്രശ്നം എന്നതിനപ്പുറത്ത് പൊതുസമൂഹം കാണേണ്ട കാര്യം ഈ പാർട്ടിയുടെ നയത്തിൽ വന്ന അടിസ്ഥാനപരമായ മാറ്റം. അത് നേതാക്കൾക്ക് അതിന്റെ ചേതോവിചാരം നമ്മൾ പരിശോധിക്കുക. കേരളത്തിലെ പൊതുവായി ഇന്ന് ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒക്കെ സ്പർശിക്കുന്നതിനേക്കാൾ അപ്പുറം ജനങ്ങളുടെ മേൽ ധാരാളം നികുതി ഭാരം ചുമത്തി തുടർഭരണം സാധ്യമാക്കുന്നതിന് വിഭവ സമാഹരണത്തിന് ജനങ്ങളെ പിഴിയുന്ന ഒരു നയവും, അതിന് പാർട്ടി ഇതുവരെയും പൊതുമേഖലയ്ക്ക് വേണ്ടി വാദിച്ചു വന്നിരുന്ന ഒരു പാർട്ടി അതെല്ലാം ഉപേക്ഷിച്ച് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി വാദിക്കുകയും അതിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന ഒരു നയവുമായി മുന്നോട്ട് പോകുന്നു. അതിനെ അവര് കേരള നിർമ്മാണം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തൊരു രസകരമായ ഒരു സംഭവമാണ്. ഒരു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോ അവിടെ പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിന്മേലുള്ള കാര്യമായ ചർച്ചയൊന്നുമില്ല, അതേപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. അതിന്റെ മേൽ അവിടെ നടക്കുന്ന വിമർശനങ്ങൾ, അതായത് ഒരുപാട് പാർട്ടി പ്രാദേശിക പക്ഷപാതം പുലർത്തുന്നു, മെരിറ്റും വാല്യൂസും നോക്കാതെ നേതാക്കളെ അതിന്റെ പദവികളിൽ എത്തിക്കുന്നു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജില്ലയ്ക്ക് ആ ജില്ലയിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നു, അവർക്ക് കൂടുതൽ റെപ്രസെന്റേഷൻ വരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വിമർശനമായി വന്നു. പക്ഷെ തീരുമാനങ്ങളൊക്കെ വന്നപ്പോ അതിന്റെ ഇരട്ടിയായി, അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി എന്തൊക്കെ ദോഷമാണെന്ന് ആരൊക്കെ പറഞ്ഞുവോ അതൊക്കെ തന്നെ പാർട്ടി ആവർത്തിച്ചതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. റൈറ്റ്. പക്ഷേ ഞാൻ അവിടെയൊന്ന് ശ്രീ പി സുജാത, ഞാനിന്ന് ഇടപെടുന്നത് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ പ്രതീതികൾ ഉയർത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നേതാക്കളുടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു, അത്തരം കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു, തുടർഭരണത്തിൻ്റെ ഒരു തിക്തഫലങ്ങൾ പലരും നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. MV ഗോവിന്ദൻ അടക്കം വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ടു. അപ്പോൾ സംഘടനാപരമായ വിഷയങ്ങളും അവിടെ കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും. അതെ, മുമ്പൊക്കെ CPM-ന്റെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രബലൻ. സംസ്ഥാന സെക്രട്ടറി നിങ്ങൾ നേരത്തെ സംസാരിച്ചല്ലോ, ഇവിടെ പലരും സൂചിപ്പിക്കുകയും ചെയ്തല്ലോ, അച്യുതാനന്ദൻ, പിണറായി വിജയൻ ഇവരൊക്കെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഗവൺമെന്റിനേക്കാൾ വലിയ, ഗവൺമെന്റിനെ ആജ്ഞാപിക്കുന്ന തരത്തിലുള്ള ഗംഭീരമായ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് AKG സെന്ററിൽ നിന്ന് കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന ഒരു സെക്രട്ടറി ആയിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നു. ഇന്ന് നേരെ തിരിച്ചു പദവി, അധികാര പദവി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കുക ഇല്ലേ?
ആ Yes. പിണറായി വിജയന്റെ കാര്യത്തിൽ ഏജിന് പോലും ഇളവ് അനുവദിക്കുന്നു. അതെ. അദ്ദേഹത്തെ വിമർശിക്കാൻ തന്നെ ആളുകൾക്ക് ഭയമാണ്. മന്ത്രിമാർക്ക് എല്ലാവർക്കും കടുത്ത വിമർശനം. പക്ഷേ പിണറായി വിജയനെ പ്രായമായ എല്ലാവരും വെറുതെ വിട്ടു. അത് എന്ത് പരിഗണന? മന്ത്രിമാർ ചെയ്യുന്നത് അടക്കമുള്ള എല്ലാ ഗവൺമെന്റിന്റെ ദുശ്ചെയ്തികളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയർത്താൻ തന്നെ ആളുകൾക്ക് ഭയമായിരിക്കും. അപ്പൊ ആ തരത്തിലേക്കുള്ള ജനാധിപത്യവൽക്കരണം മാർക്സ് പാർട്ടിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ പോലുള്ള ഒരു പ്രതീക്ഷിക്കുന്ന പൊതുസമൂഹം എങ്ങനെ കാണുന്നു എന്ന് നമുക്കറിയാം. അത് ഇതൊരു ഖേഡ പാർട്ടിയാണ്. കേന്ദ്രീകൃത ജനാധിപത്യ സ്വഭാവമുണ്ട്. പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിനെ അനുസരിക്കുകയും കീഴ്പ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കമാണ് CPM-നുള്ളത്. പക്ഷെ പത്മകുമാർ ഇമ്മീഡിയറ്റ് ആ സമ്മേളനത്തിന്റെ കൊടി താഴുന്നതിന് മുമ്പ് തന്നെ വിമത ശബ്ദം ഉയർത്തി അദ്ദേഹം അത് പിൻവലിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം അത് പിൻവലിക്കുകയും അദ്ദേഹത്തിന്റെ സ്വയം മയപ്പെടുകയും ചെയ്തു. പക്ഷേ പാർട്ടിയിൽ ഇനിയും എതിരഭിപ്രായമുള്ളവരുണ്ട്. അവര് ഇനി ഭാവിയിലും നിശബ്ദരായിരിക്കുമോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചില പേരുകളുണ്ടല്ലോ. കണ്ണൂരിലെ P. ജയരാജൻ, അത് കൂടാതെ എത്രയോ പേർ, ആലപ്പുഴയിലെ G. സുധാകരൻ, കോട്ടയത്തെ സുരേഷ് കുറുപ്പ്, ഇങ്ങനെ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ പ്രതിഷേധവും അമർഷവും ഉള്ള അനേകം ആളുകൾ, ഞാൻ ചില പേരുകൾ സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ, അനേകം ആളുകൾ പാർട്ടിക്കകത്തുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. KP റഹ്മത്തുള്ള കൂടി അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ് ഉള്ളത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീ റഹ്മത്തുള്ള, ഇവിടെ പറയുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് P. ജയരാജൻ. ആ പേര് ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ പരാമർശവും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മാത്രവുമല്ല, ഈ P. ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില ഗാനങ്ങളൊക്കെ നേരത്തെ ചർച്ചയായ സാഹചര്യമുണ്ട്. അവിടെയൊന്നും വ്യക്തിപൂജ അനുവദിക്കില്ല എന്ന് പാർട്ടി കൃത്യമായി നിലപാടെടുത്തൊരു പശ്ചാത്തലമുണ്ട്. ഈ പറഞ്ഞതുപോലെ P. ജയരാജൻ്റെ പേര് മാത്രമല്ല അവിടെ സൂചിപ്പിക്കേണ്ടത്, വിജയകുമാറിൻ്റെയൊക്കെ, ഒരു പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കടക്കം ഇടം ലഭിക്കാതെ പോയിട്ടുണ്ട് സമിതികളിൽ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിയോജിപ്പ് പാർട്ടിക്കുള്ളിൽ ഈ കമ്മിറ്റി രൂപീകരണ സമയത്ത് തന്നെ P. ജയരാജൻ ഉന്നയിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഈ ലിസ്റ്റ് തിരുത്താൻ തയ്യാറാകാതെ വരികയും അങ്ങനെ അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ അമർഷമൊക്കെ അണികളിലേക്കോ അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിലേക്കോ ഒക്കെ കൂടുതൽ വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ടോ? വളരെയേറെ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പിണറായിയുടെ അപ്രമാദിത്വം ഒന്നുകൊണ്ട് മാത്രമാണ് ജയരാജൻ തൽക്കാലം അടങ്ങിയിരിക്കുന്നത്. കണ്ണൂരിലെ വേറെ ഏത് നേതാവിനോടും ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി, അത് EP ജയരാജനാണെങ്കിലും M. ഗോവിന്ദനാണെങ്കിലും MV ജയരാജനാണെങ്കിലും KK ശൈലജയാണെങ്കിലും ഒക്കെ അവരോടൊക്കെ ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയുന്ന ഒരു രീതി തന്നെയാണ് P. ജയരാജനുള്ള. അതിന് മാത്രം ജനസ്വാധീനമുള്ള ആളാണ് ജയരാജൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ CPM ഘടനയിൽ പിണറായിക്ക് അല്പം ശക്തി കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നേർക്ക് നേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് ജയരാജൻ തയ്യാറാകാതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 25 കൊല്ലമായി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ മത്സരിക്കാൻ വാസവന് ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ P. ജയരാജനെ അന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് വടകരയിൽ മത്സരിപ്പിച്ചത്. മത്സരം കഴിഞ്ഞതിന് ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തിട്ടുമില്ല. കഴിഞ്ഞ കുറെ കാലമായി പിണറായിയുമായി ബന്ധപ്പെട്ട് പിണറായിയെ താലോലിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ എന്നതാണ് സത്യം. അതിന്റെ ഫലമായിട്ടാണ് P. ജയരാജൻ കുറെ കാലമായി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ നയം തുടരുന്ന കാലത്തോളം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് കനത്ത തിരിച്ചടിയുണ്ടായാൽ പിണറായിക്കെതിരെ പാർട്ടിയിൽ ശക്തമായ വിമത സ്വരം ഉയരുമെന്ന് തീർച്ചയാണ്. ഇപ്പോൾ പിണറായിയുടെ അപ്രമാദിത്വം ഒന്നുകൊണ്ട് മാത്രമാണ് പാർട്ടി നേതാക്കൾ സഹിച്ചു നിൽക്കുന്നത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ വിമർശനങ്ങളും വിയോജിപ്പുകളും ഒക്കെ വളരെ ഗംഭീരമായി ഉയരാറുണ്ടായിരുന്നു. പക്ഷേ ഈ സമ്മേളനത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ എന്ന ഒരു മനോനിലയിലേക്ക് CPM സമ്മേളന പ്രതിനിധികൾ പോലും മാറിപ്പോയി എന്നതാണ് സത്യം. മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ കമ്മിറ്റിയിൽ
സംസ്ഥാന കമ്മിറ്റി ആണെങ്കിലും സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ഒക്കെ ഈ ബഹുഭൂരിപക്ഷവും കണ്ണൂർക്കാരാണ് എന്ന ഒരാക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരവസരം വന്നാൽ ഇപ്പോൾ പിണറായിയോടൊപ്പം നിൽക്കുന്നവരെല്ലാം തന്നെ ജയരാജനെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി വളരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരും എന്ന് തീർച്ചയാണ്. അതിൽ ഒരു കാര്യം കൂടി താങ്കൾ ഈ സൂചിപ്പിച്ചു, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അത് പ്രതിഫലിച്ചേക്കാമെന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ ഒരു സംവിധാനം അനുസരിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിന് പിന്നിൽ ആരാണ് എന്നും എങ്ങനെയാണ് ആ വീഴ്ച സംഭവിച്ചത് എന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ രീതികളെല്ലാം മാറും. പാർട്ടിയാണ് വലുത് എന്നതാകും, പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതാകും, പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന നിലയിലേക്കൊക്കെ മാറും. ആ സമയത്ത് ഈ പാർട്ടി വാളെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് പ്രതിഫലിക്കുമെന്ന് വിലയിരുത്താൻ സാധിക്കുമോ? അച്ചടക്കത്തിന്റെ മേൽവാൽ ഉയർത്തിക്കൊണ്ട് ദീർഘകാലം ഏകാധിപത്യം തുടരാൻ കഴിയില്ല എന്നതാണ് ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM-നോളം കേരളത്തിൽ അടിപറ്റിയ മറ്റൊരു പാർട്ടിയുമില്ല എന്നതാണ് സത്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ അത് ചർച്ച ചെയ്തതാണ്. അതിന്റെ പേരിൽ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് സത്യം. പക്ഷേ ഇവിടെ സമ്മേളന പ്രതിനിധികളിൽ ആരും തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ വമ്പൻ തിരിച്ചടിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്നതാണ് സത്യം. മാത്രമല്ല, 2ാം പിണറായി സർക്കാരിന്റെ ഭരണം മോശമാണ് എന്ന ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടായത്. സത്യത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തെ പിണറായിയുടെ തുടർ ഭരണത്തിന്റെ തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നതാണ് സത്യം. അങ്ങനെ പാർട്ടി വിലയിരുത്തുന്നില്ലെങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശക്തമായി ശബ്ദിച്ച ഒരു പാർട്ടിയാണിപ്പോൾ നയവ്യതിയാനം നടത്തി നാട്ടിലെ കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ മുതലാളിമാർക്കും കുത്തകകൾക്കും വേണ്ടി സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, ആ നയരേഖയാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്. ആശയ സമരമല്ല, പങ്കുവെക്കലാണ് നടക്കുന്നത് എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ CPM-നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നടക്കുന്നത്. എന്ന് മാത്രമല്ല, സംഘപരിവാറിനെ എതിർക്കാനുള്ള മടി കൊണ്ട് ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ച് വളരെ കുറഞ്ഞ സ്വാധീനമുള്ള മുസ്ലിം പാർട്ടികൾക്കെതിരെയാണ് പാർട്ടി ഇപ്പോൾ വാളെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, ഈ ചർച്ചയിൽ പങ്കെടുത്തവർ മാധ്യമപ്രവർത്തകരുടെ നിരീക്ഷണം ആണ്. താങ്കളും അത് കേട്ടിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഇതാ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാർട്ടിയാണ് വലുത് എന്നൊക്കെ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ വരുമ്പോഴുണ്ട്. അവിടെ വ്യക്തിപൂജ വേണ്ട എന്ന് ആവർത്തിക്കുന്നുണ്ട്. അതൊക്കെ വസ്തുതയാണ്. അത് പക്ഷെ ചില കാര്യങ്ങളിലാണ്. മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പവർ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതിലെല്ലാം അന്തിമ വാക്ക് എന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറുന്നു. സംഘടനാ സംവിധാനം അനുസരിച്ചെങ്കിൽ അതങ്ങനെയല്ലല്ലോ ഉണ്ടാകേണ്ടത്. ഈ ന്യൂസ് 18 തന്നെ നൽകിയ അഭിമുഖത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് LDFന്റെ നയങ്ങൾ എല്ലാം സർക്കാരിന് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഈ സ്വാശ്രയ കോളേജ് വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പോൾ സർക്കാരിനെ നയിക്കുന്നത് പിണറായി വിജയൻ, പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പിണറായി വിജയൻ. ആ മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പൂർണ്ണമായും വ്യക്തി കേന്ദ്രീകൃതമാകുന്ന സംവിധാനത്തിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിരീക്ഷണം. അല്ല അഭിലാഷേ, നിങ്ങൾ കുറെ നാളുകളായിട്ട് പിണറായി വിജയനെ ഒരു സ്റ്റാലിന്റെ പതിപ്പാന്നുള്ള രീതിയിൽ ഒരു ഏകാധിപതിയാണെന്നുള്ള വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നുള്ളത് എത്ര സങ്കടകരമാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ 2016 ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സർക്കാർ അധികാരം ഏറ്റ നാള് മുതൽ അദ്ദേഹത്തിനെ ഈ രീതിയിൽ വിശേഷിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങള് കഴിഞ്ഞ 9 വർഷമായിട്ട് അദ്ദേഹത്തിൽ ചാർത്താത്ത ഒരു കുറ്റമില്ല? എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അതുകൊണ്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തത്? കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണോ? ഇപ്പൊ 3ാം തുടർച്ച ഭരണം ഏതാണ്ട് ഉറപ്പായതുകൊണ്ട് പ്രതിപക്ഷം വരെ അംഗീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉണ്ണിത്താൻ കാസർഗോഡ് MP പറഞ്ഞൊരു വാചകമുണ്ട് 4 ദിവസം മുമ്പ്. അദ്ദേഹം പറഞ്ഞത് 3ാം തുടർഭരണം കിട്ടുമെന്നുള്ള വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു തളർച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
അപ്പൊ അങ്ങനെ കുറെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ഒരു പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന്റെ പറയേണ്ട ഗതികേട്ടിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഏകാധിപതിയാണ്, അദ്ദേഹം പറയുന്ന വാക്കുകൾ മാത്രമേ CPM നടക്കപ്പാക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഞങ്ങളുടെ മെമ്പർമാരെന്ന് പറഞ്ഞാൽ 5 ഞാൻ ഇടപെടുന്നത് ദയവായി ക്ഷമിക്കണം. താങ്കൾ പറയുന്ന ഒരു യുക്തിയിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ താങ്കൾ 3-ാം ടൈമിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയെ മിടുക്കനെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ? അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അല്ല അഭിലാഷ, ബഹുമാനപ്പെട്ട 3 പാനലിസ്റ്റുകൾക്കും അഭിലാഷ് അവർ സംസാരിച്ച് തീർന്നോളം വരെ ഒരു അക്ഷരം പോലും ഇടപെട്ടിട്ടില്ല. ഏക വ്യക്തിയായി ഇപ്പോഴീ പാനലിലുള്ള ഏക ഇടതുപക്ഷ സഖ്യാത്രിയാണ് ഞാൻ സംസാരിക്കുമ്പോൾ തടയുന്നത്. അതൊരു താങ്കൾ ഈ കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അല്ല, അതാണല്ലോ അത് ഈ പാനലിൽ സൂചിപ്പിച്ചു. റഹമത്തുള്ള പറഞ്ഞത് എന്താണ്? പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം 1.5 വർഷത്തിന് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പുണ്ട് ശ്രീ റെജി ലൂക്കോസ്. അതെങ്ങനെയാണ് നമുക്ക് മറക്കാൻ പറ്റുക? താങ്കൾ എന്താണ് എന്നോട് ചോദിച്ചത്? അതായത് ഞങ്ങളിങ്ങനെ മാധ്യമങ്ങൾ പിണറായി വിജയനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ജനങ്ങൾ പിണറായി വിജയനെ പൂവിട്ട് പൂജിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കണ്ടേ? അല്ല, ഇനിയും അഭിലാഷ് ഞാൻ സംസാരിക്കുന്ന തടയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെങ്ങനെയാണ് തടച്ചിലാകുന്നത്? നമ്മളൊരു ഡിബേറ്റിലല്ലേ? സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അനുവദിക്കാത്തൊരു ചർച്ച നിങ്ങൾ ഇങ്ങനെയൊക്കെ തടയുന്നതുകൊണ്ടാണ് ഞങ്ങളെ ജനങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിനെ പ്രവർത്തകരെ ഇഷ്ടം. കാരണം ഇത് ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിനോടല്ലേ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അഭിലാഷിൽ ഞാൻ ഐ നെവർ എക്സ്പെക്ട്, ഞങ്ങളെ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാനിന്ന് പൂർത്തിക്കട്ടെ പ്ലീസ്, എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കൂ. ഇവിടെ റഹമത്തുള്ള അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനും കേട്ടു. അദ്ദേഹം മാത്രമല്ല സുജാൻ സാറും പ്രിയപ്പെട്ട ശ്രീകുമാർ മലയിലൊക്കെ പറഞ്ഞ് ഞാൻ സാറിന് ശ്രദ്ധിക്കുമായിരുന്നു. ഇവരൊക്കെ ആയിട്ട് ഞാൻ സുജാൻ സാറുമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ് ജെന്റിൽമാൻ. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞാൻ പറയട്ടെ, 2019 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭയിലേക്ക്. അന്ന് കേരളത്തിലെ റിസൾട്ട് എന്തായിരുന്നു? അന്ന് 19 സീറ്റ് UDF നേടി. ഞങ്ങൾക്ക് ആ ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അത് ആലപ്പുഴ. കേവലം 10,200 വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയ. അന്ന് നിങ്ങളല്ല, അന്നൊക്കെ ഞാൻ 10-12 വർഷമായിട്ട് ചർച്ചയിലുള്ള ഒരാളാ. നിങ്ങൾ ഇതുപോലെ ചർച്ച ചെയ്ത് അടുത്ത പ്രാവശ്യം ഒരു കാരണവശാലും 20 സീറ്റ് പോലും കിട്ടിയാലെന്ന് പറഞ്ഞ മാധ്യമമുണ്ട്. പക്ഷെ 8 സീറ്റ് അധികത്തിൽ 99 സീറ്റോടുകൂടി ഈ കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷത്തിനെ കൊണ്ടുവന്നു. ഇത്തവണ അത് തന്നെയാ. 18+1+1. ഞങ്ങൾക്ക് ഒരു സീറ്റ് കെ രാധാകൃഷ്ണൻ ജയിച്ചു. 26,000 വോട്ടിന് ജയിച്ചു. ബാക്കി എല്ലായിടത്തും പ്രതിപക്ഷം ജയിച്ചു. അതിലൊരു സീറ്റ് BJPക്ക് കിട്ടി. അത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ റഹ്മത്തുള്ള സാർ ഇപ്പൊ ഇങ്ങനെ ഒരു വിശകലനം നടത്തുന്നത്. അത് ദേശീയ തെരഞ്ഞെടുപ്പും ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പും തമ്മിൽ കേരളത്തിലെ ജനങ്ങൾ രണ്ടായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇപ്പൊ CPM വോട്ട് ചെയ്താലും കോൺഗ്രസ് വോട്ട് ചെയ്താൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഈ BJP താഴെ ഇറക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമുള്ള അതിനുശേഷം വോട്ട് ചെയ്യുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്താ നടന്നത്? ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം എത്ര ഉപതെരഞ്ഞെടുപ്പ് നടന്നു? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഞങ്ങളെ കുറിച്ച് പരാജയം പറയാൻ പറ്റുമോ? ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ നിങ്ങൾക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ പറ്റുമോ? ചേലക്കരയിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ 6 മാസം മുമ്പേ കോൺഗ്രസ് തുടക്കം കുറിച്ചു. സാധിച്ചോ? ഇല്ല. അപ്പൊ നിങ്ങൾ പറയും പാലക്കാടും വയനാടും അതിന്റെ രണ്ടിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവിടെ രണ്ടിടത്ത് കോൺഗ്രസ് ജയിച്ചതാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ട് മുന്നനുഭവം പോലും ഉണ്ടായിട്ട് പോലും ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ തുറന്നു പറയാം. പിണറായി വിജയനെ കുറിച്ച് ചോദ്യത്തിന് മറുപടി വരാനായിട്ട് നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. അത് എന്നെ അനുവദിക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നിങ്ങൾ പൊതുസമൂഹത്തിന്റെ അടുത്ത് സംസാരിച്ചു നോക്കെ. ശത്രുതാപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും സ്വകാര്യമായിട്ട് പറയും, പ്രവർത്തകരും ജനങ്ങളും പറയും. എന്ത് പറഞ്ഞാലും ആ മനുഷ്യന്റെ കാർക്കശ്യമായ നിലപാടുകളാണ് ഈ കേരളത്തെ വലിയ രീതിയിലുള്ള ദുരന്തമുഖത്ത് ഒരു കാത്തു സംരക്ഷിച്ചത്. ഇത്രയും വിസിബിൾ ആയിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവന്നതും ഈ പറയുന്ന രാഷ്ട്രീയപരമായി കടന്നാക്രമിക്കുകയും സാമ്പത്തികമായി വലിഞ്ഞു മുറുക്കുകയും ചെയ്യുന്ന കേരളത്തിനോട് ചെയ്യുന്ന ഈ കേന്ദ്ര സർക്കാരിന്റെ പല ഡേറ്റകളിലും പുറത്തു വന്നിരിക്കുന്ന കേരളം നമ്പർ 1 ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് എങ്ങനെ സാധിച്ചു? അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അവരൊരിക്കലും ഈ പറയുന്ന UDFന് ഒരു അധികാരത്തിൽ ഇനി കൊടുക്കുന്നില്ല. അധികാരത്തിന്റെ ചെങ്കോല് അവർക്ക് കൈമാറത്തില്ല. അത് റിസ്ക് ആയിരിക്കും എന്നറിയാം. അധികാരത്തിന് വേണ്ടി അധികാരത്തിലേറാൻ വേണ്ടി തമ്മിലടിച്ച് പല തന്ത്രങ്ങളും കാണിച്ച് എന്താ പറയാ ജനങ്ങളുടെ മുമ്പിൽ അവകാശമായിരിക്കുന്ന ഒരു മുന്നണിയാണ് ഈ UDF എന്ന് പറയുന്നത്. അവരിലേക്ക് ഈ വികസനങ്ങളെല്ലാം തകർക്കാൻ ഇവർക്ക് അധികാരം കൈമാറാൻ പറ്റുന്ന കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുന്ന അഭിലാഷിന് ഒന്ന് പറയാൻ പറ്റുമോ? തയ്യാറാകത്തില്ല. കാരണം എന്തുകൊണ്ട്? അവർ ഇത് കേരളത്തിലെ നേട്ടങ്ങൾ വിസിബിൾ ആണ്. ഇവിടുത്തെ എല്ലാ മേഖലകളും നിങ്ങൾ എടുത്തു നോക്കുക. ഏതെങ്കിലും 9 വർഷമായിട്ടുള്ള പവർ കട്ടില്ല. കേരളത്തിന്റെ മലയോര മേഖല മുതൽ തീരദേശം വരെയുള്ള റോഡുകൾ നിങ്ങൾ എടുക്കൂ.
എത്ര മനോഹരമായ റോഡുകളാണ് കേരളത്തിൽ. വിദ്യാഭ്യാസ മേഖലയിലെ കുതിപ്പുകള്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ ശ്രീ റെജി ലൂക്കോസ്, ഞാനൊന്ന് ഇടപെടുന്നത്, താങ്കൾ ഇപ്പോൾ ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിബേറ്റിലൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഈ പാർട്ടി വിഷയം കൂടുതലായി പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു, സർക്കാരിൽ പോലും നിയന്ത്രണങ്ങൾ ഇല്ലാത്ത തരത്തിലേക്ക് പാർട്ടി മാറുന്നു എന്നതായിരുന്നു നേരത്തെ എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിൽ നിന്ന് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം പറഞ്ഞു, വിദേശ സർവകലാശാലകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷേ രക്ഷയില്ല. മാത്രമല്ല, സർക്കാരിൻ്റെ കൃത്യമായ LDFന്റെ നയവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ആ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ, ഈ ചോദ്യം എന്നത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചല്ല ശ്രീ റെജി ലൂക്കോസ്. എൻ്റെ ചോദ്യം എന്നത് പാർട്ടി സെക്രട്ടറിക്ക് സംഘടനാ സംവിധാനത്തിൽ ഉള്ള പവർ അത് നഷ്ടമാവുകയും ഇന്നിപ്പോൾ പാർട്ടി മുഖപത്രത്തിൻ്റെ ഹെഡ്ലൈൻ തന്നെ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നയിക്കാൻ മാഷ് എന്ന് ഹെഡ്ലൈൻ ചെയ്താൽ പോരല്ലോ, അവിടെ നയിപ്പിക്കുന്നത് മറ്റൊരാളായി മാറുന്നുണ്ട് എങ്കിൽ, അതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഗുഡ് ക്വസ്റ്റ്യൻ. അതിന് രണ്ട് മറുപടി വരുന്നു. ഒന്ന്, ഗോവിന്ദ മാഷ് പറഞ്ഞെന്താ, അതോ പറഞ്ഞതിന്റെ സംശയത്തിന് കാലത്തിനനുസൃതമായിട്ട് മാറണം, പാർട്ടി നയം മാത്രം ചെയ്തുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകുന്നില്ല. അതിന് കാരണം എന്തുകൊണ്ടാണ്? അത് വളരെ കൃത്യമായ മറുപടി. എന്താ കാരണം? അത് നമ്മുടെ 1978 ചൈനയിലെ സാമ്പത്തിക വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച് ഡെങ് ക്സിയാവോസിംഗ് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. എന്നാൽ ലോകം മുഴുവൻ ദുർവ്യാഖ്യാനം ചെയ്തു ആ സാമ്പത്തിക വിപ്ലവം. അദ്ദേഹം പറഞ്ഞു, പൂച്ച കറുത്തത വെളുപ്പം നോക്കണ്ട, എലിയെ പിടിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ എന്ന് പറഞ്ഞു. അതാണ് മാറ്റം എന്ന് പറയുന്ന വാക്കിന് മാത്രമേ മാറ്റമില്ലായ്മയുള്ളൂ എന്ന് പറഞ്ഞു കാറൽ മാർക്സ്. കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളത് ബേസിക് തിയറിയാണ് ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPMന്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ. അതുകൊണ്ടല്ലേ നിങ്ങളെല്ലാം ഏതെല്ലാം രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റുകളുടെ രാജ്യം, അടിച്ചമർത്തപ്പെട്ട രാജ്യം, ഇരുമ്പ് ചട്ടക്കൂടിൽ ജീവിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയൊരു മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറി. ഇപ്പൊ DCR എന്ന് പറയുന്ന AI സംവിധാനത്തെ കുറിച്ച് അഭിലാഷം അറിയാമല്ലോ. ഈ ചൈനയിലെ പാർട്ടിയുടെ ഒരു ലൈനിലേക്കാണോ കേരളത്തിലെ പാർട്ടിയും പോകുന്നത് എന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? അല്ല, കമ്മ്യൂണിസം എന്ന് പറയുന്ന ബേസിക് തിയറി ലോകത്തിൽ ഒന്നേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഭൂമിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ. അവരെ ഏറ്റവും ആധുനികരമായിട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ ടെക്നോളജിയും അഡോപ്റ്റ് ചെയ്യുന്നതാണ് കമ്മ്യൂണിസം. നിങ്ങൾ പറഞ്ഞ തത്വവാദം കമ്മ്യൂണിസ്റ്റ് ഇരുമ്പ് പറയുന്നതൊക്കെ പറയും. ഞാൻ നിങ്ങളൊരു ഉദാഹരണം പറയാം. ഇവിടെ നിങ്ങളൊക്കെ നാവെടുത്ത് 40 വട്ടം കുറ്റപ്പെടുത്തുന്ന ഒരു രാജ്യമുണ്ട്, ലാറ്റിൻ അമേരിക്കയിലെ വെനിസ്വേലയിലെ കിരാത ഭരണത്തിന് അവസാനിപ്പിച്ചത് ഫ്യൂഗോ ഷാവേസ്. അദ്ദേഹം മരിച്ചു 6 വർഷം മുമ്പ്. അദ്ദേഹം കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. ശരി, താങ്കൾ വീണ്ടും ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രമാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയൊന്നുമല്ല, പക്ഷേ ചോദ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിലാണ് താങ്കളുടെ പോക്കെന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണെന്ന് ശ്രീ റെജി ലൂക്കോസ്, എന്റെ ചോദ്യം എവിടെയാണ്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണോ പാർട്ടിയും ഭരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ലളിതമായി, ഡയറക്റ്റായി, ഇതിൽ അപ്പുറത്തേക്ക് എനിക്ക് സിമ്പിളായി ചോദിക്കാൻ പറ്റില്ല. ആത്യന്തികമായിട്ടുള്ള CPM എന്ന പാർട്ടിയുടെയും ഇടതുപക്ഷ പാർട്ടിയുടെയും LDFന്റെയും നയമെന്ന് പറയുന്നത് ആ പാർട്ടിയുടെ നയവും ചട്ടക്കൂടിൽ ഒതുങ്ങിയെന്ന് ഒരു സർക്കാരിനെ നിയന്ത്രിക്കണം എന്നുള്ള, സർക്കാർ ഭരിക്കണം എന്നുള്ളതാണ്, മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാ. അതിൽ ചിലപ്പോൾ ഈ ആധുനികവൽക്കരണത്തിലും വിദേശത്തുനിന്നുള്ള മൂലധന നിക്ഷേപത്തിലും അതുപോലെ തന്നെ മൂലധനങ്ങളെ ആകർഷിക്കുന്ന കാര്യങ്ങളിലും വികസനത്തിലും കാലാനുസൃതമായ മാറ്റം വരുത്താനായിട്ട് സർക്കാരിന് സാധിക്കുന്ന അങ്ങനെ ഒരു ഗവൺമെന്റിനെ ഉള്ളൂ, ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള പ്രദേശത്തെ വികസനം കൊണ്ടുള്ളൂ. നിങ്ങളിപ്പോ കേരളത്തിന്റെ വികസനം കൊണ്ട് ഭയന്നിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ കേരളത്തെ കുറിച്ചല്ല ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ വീണ്ടും വഴിതിരിച്ചു വിടരുത്. എന്റെ ചോദ്യത്തെ താങ്കൾ വഴിതിരിച്ചു വിടുകയാണ്. ഞാൻ കേരളത്തെ കുറിച്ചോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ കുറിച്ചോ അല്ല ചോദിക്കുന്നത്. പാർട്ടി സെക്രട്ടറി അല്ലാത്തൊരു പിണറായി വിജയൻ ഉണ്ടല്ലോ, പാർട്ടിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പാർട്ടി എപ്പോഴും ഭരണത്തിലിരിക്കണമെന്നൊന്നുമില്ല, പ്രതിപക്ഷത്തും ഇരിക്കാമല്ലോ. അത് അഭിലാഷ് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ പറയാം. അതായത് കോൺഗ്രസ് BJP അല്ല CPM. CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഒരു സംഘടനാ ചട്ടക്കൂടുണ്ട്. അതിനെ ആർക്കും ഈ പാർട്ടി ലംഘിക്കാൻ പറ്റില്ല. ഒരു പിണറായി വിജയനും ലംഘിക്കാൻ പറ്റത്തില്ല. നിശ്ചയമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയെ നോക്കുകുത്തി ആയിക്കൊണ്ട് ഒരു പിണറായി വിജയനൂടെ ഭരിക്കാൻ പറ്റത്തില്ല. അതാണ് നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചുമ്മാ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന പിണറായി വിജയൻ ഒരു ഏകാധിപതിയല്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പിണറായി വിജയൻ എന്ന് പറയുന്നത് വ്യക്തിയെ നശിപ്പിച്ചാലേ CPMനെ തകർക്കാൻ പറ്റും എന്നുള്ള ഗൂഢലക്ഷ്യമാണ് നിങ്ങളുടെയൊക്കെ വായിലൂടെ ഈ ചർച്ചകളിലൂടെ വരുന്നത്. അത് നടക്കില്ല കേരളത്തിൽ. കാരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ തന്നെ. അദ്ദേഹത്തിന് ശത്രുക്കളുണ്ട്. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് കഴിവുള്ളതുകൊണ്ടാ.
മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയത്തുള്ളൂ. ശരി. ഇപ്പൊ ഈ പാനലിസ്റ്റുകളിൽ എല്ലാവരോടും പേഴ്സണലായിട്ട് ചോദിച്ചു നോക്കിയേ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ ഇത്രയ്ക്കും സുരക്ഷിതമായ ഒരു സംസ്ഥാനമായി, ഒരു ചെറിയ സംസ്ഥാനം, ഇത്രയ്ക്കും ദ്രോഹങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും കിട്ടിയിട്ട് കേരളത്തിലെ മുഴുവൻ വികസനങ്ങളെ നടത്തി നിൽക്കുന്ന ഒരു പ്രതിപക്ഷം, എന്നിട്ടും ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോയ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങൾ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി മൂന്നാമത് അധികാരത്തിൽ വരും. അത് ഉറപ്പായപ്പോ അദ്ദേഹത്തിന് താർക്കാന്നുള്ള ശ്രീകുമാർ മനയിൽ ഒരുപക്ഷെ താങ്കൾ അടക്കമുള്ള പാനലിസ്റ്റുകളുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ നിരീക്ഷണം. ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കുറിച്ച് ഒരു വാക്ക് പോലും ഈ ചർച്ചയിൽ പറയേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. കാരണം നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് പാർട്ടിക്കകത്ത്, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ പിണറായി വിജയൻ എന്ന വ്യക്തി, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ്, അതിൽ ആർക്കും തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു പദവിക്ക് ചേരാത്ത വ്യക്തിയെന്നോ ഒന്നും ആരും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ആരും തള്ളിപ്പറയുന്നില്ല. പക്ഷേ പാർട്ടി അത്തരത്തിൽ കീഴ്പ്പെട്ടു പോയിട്ടുണ്ടോ എന്നത് തന്നെയാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത്. അവിടെയാണ് ശ്രീ റെജി ലൂക്കോസിന്റെ ശരി പറയൂ വളരെ പെട്ടെന്ന്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് പിണറായി വിജയനല്ല, ഗോവിന്ദൻ മാഷല്ല, ആരാണേലും ഒരിക്കലും ഒരു വ്യക്തിയേക്കാൾ പ്രാധാന്യം അത് ആ പാർട്ടിക്കാണ് പ്രാധാന്യം. CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഏറ്റവും തലപ്പത്തുള്ളത്. നിങ്ങൾക്കത് മനസ്സിലാകത്തല്ല, നിങ്ങൾ മനസ്സിലായിട്ട് ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഇനി അങ്ങനെ ഒരു പാർട്ടിയും ഈ രാജ്യത്ത് CPM ഉള്ളൂ. ഒരു കോൺഗ്രസിന് അതിന്റെ 7 അയൽവക്കത്ത് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്. ശ്രീകുമാർ മനയിൽ അഭിലാഷേ നമ്മൾ ഈ സംസാരിക്കുന്നത് മുഴുവൻ ഈ ഒരു എന്താ പറയുക, ആകാശക്കോട്ടകൾ കെട്ടിയുയർത്തുന്നത് മുഴുവൻ ആകെ ഇന്ത്യയിൽ 14 ജില്ലയിൽ മാത്രം ഭരണമുള്ളൊരു പാർട്ടിയെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ ആകെ 14 ജില്ലയിൽ മാത്രം ഭരണമുള്ള, 14 ജില്ലയിൽ മാത്രം ആളുകളുള്ള, 14 ജില്ലയിൽ മാത്രം ഒരു 10,000 പേരെ വേണമെങ്കിൽ ഒരു 14 ജില്ലകളിലും അവർക്ക് ആളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലൊന്നുമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. പക്ഷേ ഈ CPM സംബന്ധിച്ചിടത്തോളം ഇതൊരു DMK പോലത്തെ ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. പിണറായി വിജയൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പിണറായി വിജയൻ വളരെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അത് ഞാൻ റെജി ലൂക്കോസിൻ്റെ ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. UDF ഇപ്പോഴും പിണറായി വിജയന് പകരം വയ്ക്കാൻ പറ്റിയ നേതാക്കൾ ഇല്ല എന്നുള്ള കാര്യവും ഞാൻ അംഗീകരിക്കുന്നു. അത് ഞാൻ അദ്ദേഹം പറഞ്ഞാൽ ആരും സംശയമില്ല, അത് ശരിയാണ്. UDF അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് പിണറായി വിജയന് പകരം വയ്ക്കാൻ പറ്റിയ നേതാവ് ഇപ്പോഴില്ല. അപ്പോൾ അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ നേതാവാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ CPM എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഇതെടുത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ കയ്യിലേക്ക് പാർട്ടിയും സർക്കാരും ഒരുപോലെ അമർന്നു എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ CPMന്റെ ചരിത്രത്തിൽ ഒരിക്കലും പാർട്ടി എന്നത് മുഖ്യമന്ത്രിയുടെ ആയുധമായിരുന്നില്ല. അത് മാത്രമാണ് നമ്മളിവിടെ അഭിപ്രായ വ്യത്യാസമായിട്ട് പറയുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് CPM അല്ലെങ്കിൽ പാർട്ടി. CPMൽ EMS മുഖ്യമന്ത്രിയായിരുന്നു, നയനാർ മുഖ്യമന്ത്രിയായിരുന്നു, VS മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ 4ാമത് വന്ന പിണറായി വിജയൻ്റെ കാലമായപ്പോഴാണ് പാർട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഉപകരണമായി മാറിത്തീർന്നത്. പൊതുവേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. കാരണം 1957 ഒന്നാമത്തെ സർക്കാരിലെ MN ഗോവിന്ദൻ നായരായിരുന്നു സംസ്ഥാന സെക്രട്ടറി. MN ഗോവിന്ദൻ നായർ EMSനേക്കാൾ വലിയ നേതാവായിരുന്നു അടിസ്ഥാനപരമായിട്ട്. MN ഗോവിന്ദൻ നായർ TV തോമസും അടിസ്ഥാനപരമായിട്ട് EMSനേക്കാൾ വലിയ നേതാവായിരുന്നു. പക്ഷേ EMS മുഖ്യമന്ത്രിയായത് രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് EMS മുഖ്യമന്ത്രിയായി. പക്ഷേ അപ്പോഴും പാർട്ടിയുടെ നിയന്ത്രണവും സർക്കാരിനെ മുന്നോട്ട് നടത്തേണ്ട ജോലിയും സർക്കാരിനെ നിയന്ത്രിക്കേണ്ട ജോലിയും സംസ്ഥാന സെക്രട്ടറിക്കായിരുന്നു. അവരത് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നയനാർ ഭരിക്കുമ്പോഴും VS ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി. ഇപ്പോൾ ഈ പാർട്ടിയും സർക്കാരും ഒരുമിച്ച് കയ്യിലൊതുങ്ങി കിട്ടിയ ഒരു അപൂർവ സൗഭാഗ്യം പിണറായി വിജയൻ ലഭിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെ ലഭിച്ചതാണ്. അക്കാര്യത്തിൽ റെജി ലൂക്കോസ് പറഞ്ഞതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിൻ്റെ പരിണിതപ്രജ്ഞത കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും നിർദ്ദയമായി പാർട്ടിയിൽ നിൽക്കുന്നവരെ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കരുത്ത് കൊണ്ടും അദ്ദേഹത്തിന് കിട്ടിയത് തന്നെയാണ്. അതിനൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസം തർക്കമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, പിണറായി വിജയന് ശേഷം CPMന് ജനങ്ങൾക്കുടെ മുന്നിൽ വയ്ക്കാൻ പറ്റിയ ഒരു മുഖം ഇല്ല എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് ശേഷം ആരെന്നുള്ള ചോദ്യം അവർ ഉയർത്തുന്നത് പോലുമില്ല. പിണറായി വിജയൻ ഏതായാലും ചിരഞ്ജീവി എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യനും ലോകത്ത് ഈ ഭൂമിയിൽ ചിരഞ്ജീവിയല്ല. പിണറായി വിജയന് ശേഷം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പറ്റിയ, ജനങ്ങളുടെ നേതാവെന്ന് പറയാൻ പറ്റിയ ഒരു നേതാവ് CPMനിൽ, CPIക്ക് അത് പണ്ടേ തീർന്നു, CPMനില്ല. അതുകൊണ്ട് തന്നെ ഈ CPMൻ്റെ പിണറായി വിജയൻ ചെയ്ത ഏക
അല്ല ഏക എന്താ പറയുക ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ബ്ലണ്ടർ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ എന്താ പറയുക കർട്ടയിൽ ചെയ്തു, ഈ തല വെട്ടിക്കളഞ്ഞു, തല വെട്ടി നിർത്തി ഈ പാർട്ടിയെ. പിണറായി വിജയന്റെ തല മാത്രം ഉയർന്നു നിൽക്കുകയും ബാക്കി എല്ലാവരുടെയും ഈ ചെടി വെട്ടി നിർത്തുകയും ചെയ്തതുകൊണ്ട് ഒരു കാരണവശാലും ഇനി പിണറായിയെ പോലൊരു നേതാവിനെ CPM ഉണ്ടാവില്ല. അതോട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഈ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഈ 2026 CPMന്റെ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ CPM കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അധികാരത്തിൽ വരില്ല. കാരണം അതിന് പറ്റിയൊരു നേതാവിനെ പിണറായി വിജയൻ സൃഷ്ടിച്ചെടുത്തില്ല, അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM അതിന് പറ്റിയ രണ്ടാം നേതൃത്വത്തെ സൃഷ്ടിച്ചെടുത്തില്ല. അതുകൊണ്ട് പിണറായി വിജയന് ശേഷം ആര് എന്നുള്ള ചോദ്യം ചോദിക്കാത്തതാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ ചരിത്രപരമായ പ്രതിസന്ധി. റൈറ്റ്. ശ്രീ സുജാൻ സാർ, ഇവിടെ ഈ KK ശൈലജയ്ക്ക് അടക്കം അവസരം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ പണ്ട് ഗൗരിയമ്മയുടേതുപോലെയുള്ള ഒരു ചരിത്ര നീക്കത്തിന് സാധ്യതയുണ്ടോ, അത് തന്നെ ആവർത്തിക്കുമോ എന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. അതേസമയം തന്നെയാണ് MP രാജേഷിനെ പോലെയൊക്കെ ഉള്ളവർ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ശ്രീകുമാർ മനയിൽ പറഞ്ഞതിനോട് താങ്കൾ പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ? അല്ല, നമ്മള് പാർട്ടിയെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്ത് എന്നാണ് അഭിലാഷിന്റെ ഒരു സംശയം. അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് സ്വാഭാവികമാണ്. കാരണം കേരളത്തിൽ CPM എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി, ഒന്നാമത് മുഖ്യമന്ത്രി, രണ്ടാമത് മുഖ്യമന്ത്രി, മൂന്നാമത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് CPMനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ മുഴുവനും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു ആദർശ ശൈഥില്യം, ആശയ ദാരിദ്ര്യം ആ പാർട്ടിക്ക് സംഭവിച്ചു. അത് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ നിന്നൊക്കെ പോയിട്ട് എത്രയോ കാലമായി. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, പല ദശകങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ ടെങ് സിയാവോപിങ്ങിനെയൊക്കെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ. ഞാനൊരു ആഗോള കമ്മ്യൂണിസത്തിന്റെ പുറത്ത് കിടക്കുന്ന ഒരു ചാട്ടവാർ പ്രയോഗമുണ്ട്. എല്ലാ കാലത്തും എല്ലാവരും ഓർമ്മിക്കുന്നതാണ്. എല്ലാവരും സമന്മാരാണ്, എന്നാൽ ചിലർ എല്ലായ്പ്പോഴും എന്നാൽ ഒരാൾ എല്ലാവരെക്കാളും കൂടുതൽ സമന്മാരാണ്. അങ്ങനെ ആൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന ജോർജ് ഓർവെലിന്റെ അതിമനോഹരമായ വിമർശനം ആഗോള കമ്മ്യൂണിസത്തിന്റെ പുറത്ത് കിടക്കുന്നു. അത് കേരളത്തിലും അതുപോലെ അക്ഷരാർത്ഥത്തിൽ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാനെന്ന ആ പാർട്ടിയിൽ ധൈര്യമുള്ള നട്ടലുള്ള ഒരാളില്ല. പത്മകുമാറും ഇല്ല, സുരേഷ് കുറുപ്പും ഇല്ല, T. സുധാകരനും ഇല്ല, T. ജയരാജൻ പോലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ തരത്തിൽ ഒരു വ്യക്തിയിൽ പാർട്ടി മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആദർശപരമായ കൺഫ്യൂഷനാണ്. താങ്കൾ പറയുന്നത് മ്യൂട്ടായി വളരെ പെട്ടെന്ന്. കമ്മ്യൂണിസം എവിടെ പറയണം, ശരി, പ്രായോഗിക സിദ്ധാന്തം എവിടെ പറയണം എന്ന ഒരു കൺഫ്യൂഷൻ. ഇത് കേരളത്തിൽ അധികാരം നിലനിർത്തണം, തുടർഭരണം വേണം. അതിനുവേണ്ടി കേരളത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തി ഒരു മുതലാളിത്ത സർക്കാർ കൊണ്ടുപോകും. റെജി ലൂക്കോസ് ടെങ് സിയാവോപിങ്ങിന്റെ പൂച്ച സിദ്ധാന്തം അവതരിച്ചത് തെറ്റല്ല. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയാണ്. മാർക്കറ്റ് എക്കോണമിയെ തരത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഒരു മുതലാളിത്ത പ്രസ്ഥാനമായി വിപ്ലവമൊക്കെ പോയി ക്യാപിറ്റലിസം അത് ആലിംഗനം ചെയ്തു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി. കേരളം മുഴുവൻ ലഹരി മാഫിയ കൊണ്ട് ശ്വാസം മുട്ടുകയും ജനങ്ങൾ അങ്കലാപ്പിലായി കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിലെ ഏതെങ്കിലും ഒരു പ്രമേയത്തിലോ ഒരു ചർച്ചയിലോ ആ കാര്യം എവിടെങ്കിലും നിർമ്മിച്ചതായി നമ്മൾ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. കാരണം എന്താണ്? മാർക്സിസ്റ്റ് നേതാക്കൾക്ക് അധികാര ലഹരിയാണ്, ജനങ്ങൾക്ക് രാസലഹരി. ഒറ്റ വാചകത്തിൽ വേണേ ക്യാപ്ചർ ചെയ്യാവുന്ന ഒരു അവസ്ഥാവിശേഷം ഇതാണ്. ഈ സമ്മേളനം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന ഒരു വസ്തുത അതാണ്. നേതാക്കളുടെ അധികാര ലഹരിയും ജനങ്ങളുടെ രാസലഹരി. ഞാൻ സമയപരിധി മൂലമാണ്, റഹ്മത്തുള്ള കുറേ നേരമായി ടെലിഫോൺ ലൈനിൽ ഉള്ളത് കൊണ്ടാണ് സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അധികാരം എന്നത് ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ മൂന്നാമതും അധികാരത്തിലേറണമെങ്കിൽ പിണറായിയുടെ ആളുകൾ വിശ്വസ്തനൊക്കെ ഉണ്ടാകണം. അവിടെ ചില ആളുകൾക്ക് പാർട്ടിയിലൊക്കെ കൂടുതലായ ഇടം ലഭിക്കേണ്ടതുണ്ട്. അത് യുവാക്കൾക്കിടയിലാണെങ്കിലും പാർട്ടിയിലെ അനുഭവ സമ്പത്ത് മാത്രം പോരാ
എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങൾ, അതിപ്പോൾ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ചില നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ശ്രീ റഹ്മത്തുള്ള, പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയോ കുടുംബാംഗങ്ങളുമായി ബന്ധമുണ്ടാകണം എന്ന വിമർശനം പൊതുസമൂഹത്തിൽ നിന്നുമാണ് ഉയരുന്നത്. പക്ഷേ ഇപ്പോൾ റെജി ലൂക്കോസ് ഒക്കെ പറഞ്ഞ പരിണിത പ്രതിജ്ഞനായ പിണറായി വിജയന്റെ മുന്നിൽ നിയമസഭയിൽ ഒരു മാത്യു കുഴൽനാടൻ എഴുന്നേറ്റ് നിന്നപ്പോൾ തകർന്നു പോയ പ്രതിച്ഛായയാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ എന്തെല്ലാം മകളെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞോ അതൊക്കെ പിന്നീട് സമ്മതിക്കേണ്ടി വന്ന അവസ്ഥ നിങ്ങൾ കാണാതെ പോകുന്നു. അപ്പോൾ നല്ല വിവരവും വിവേകവും ഒക്കെ ഉള്ള ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ താഴ്ന്നു പോകുന്ന തല മാത്രമേ മുഖ്യമന്ത്രിക്കുള്ളൂ എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. പരാജയപ്പെടാത്ത നേതാവാണ് പിണറായി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കൊറോണ കാലത്തുള്ള പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കെ സുധാകരനെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും KPCC പ്രസിഡന്റ് അക്ഷരമിട്ട് സാക്ഷികളെ നിർത്തിക്കൊണ്ട് ഖണ്ഡിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറയാതെ നിന്ന അവസ്ഥയും നമ്മൾ കാണാം. അങ്ങനെ പിണറായിയെ അനിഷേധ്യ നേതാവായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല നിലപാടുകളിലും അദ്ദേഹത്തിന് വെള്ളം ചേർക്കേണ്ടി വരുന്നത് ലാവ്ലിൻ കേസിന്റെ ഫലമാണ് എന്ന് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് CPM സംസ്ഥാന സമ്മേളനം രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യയശാസ്ത്രം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ അവിടെ കണ്ടത്. പാർട്ടി ക്ലാസുകൾ മുമ്പത്തെ പോലെ നടക്കുന്നില്ല. ഇങ്ങനെ പോയാൽ പാർട്ടി ക്ലാസുകൾ അവസാനിപ്പിക്കേണ്ടി വരും എന്നതാണ് അവസ്ഥ. മാത്രമല്ല തനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിയ ആപത്തിലേക്ക് നയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ ഒരു സോഷ്യലിസ്റ്റ് സ്നേഹമുള്ള എനിക്ക് സാധ്യമല്ല എന്നാണ് പറയാനുള്ളത്. റൈറ്റ്, തീർച്ചയായും പാർട്ടിയുടെ ആഭ്യന്തര വിഷയം തന്നെയാണ്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നതടക്കം മാധ്യമങ്ങളിൽ വന്നതാണ്. എന്തായാലും ഈ പിണറായിയുടെ അനിഷ്ടക്കാരെ ഒഴിവാക്കാൻ എന്തും ചെയ്യുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് എന്നതായിരുന്നു ഞങ്ങൾ ഓൺലൈൻ വഴി ചോദ്യമായി ചോദിച്ചത്. അതിൽ 88% പ്രേക്ഷകരും അങ്ങനെയുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ CPIMൽ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അല്ല എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയത് കേവലം 8% പ്രേക്ഷകർ മാത്രമാണ്. നിഷ്പക്ഷ നിലപാട് 4% പ്രേക്ഷകരും സ്വീകരിച്ചു. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.